ഗായ്സ് വാട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യോ ഗെയിമർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഹാർഡ് കോർ സീരീസ് 1 മോർ. നമ്മൾ ഇന്ന് ഇച്ചിരി സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഞാൻ നെതർ ഒന്ന് വീട്ടിൻ്റെ താഴത്തേക്ക് ആക്കിയാണ് ഓഫ് ക്യാമറയിൽ. അപ്പം ഞാൻ നെതറിൽ പോയി സെയിം സ്ഥലത്ത് സ്പോണായി. പിന്നെ ഞാൻ തിരിച്ചു വരാൻ നോക്കിയപ്പോൾ ഈ കേവിനുള്ളിൽ അവിടെ എവിടെയാണെന്നു പിന്നെ ഞാൻ മൈനിങ് ചെയ്തുകൊണ്ട് വന്നപ്പോൾ ഇതെൻ്റെ മൈനിങ് ഏരിയ എന്ന് വിചാരിച്ച് ഞാൻ ഒരു സ്ഥലം കാണിച്ചു തരാം. അവിടെ ഞാൻ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. നേരെ പോകാം നമുക്കപ്പം. ഇത്രയും ദിവസം വരായിരുന്നു ഞാൻ പുതിയൊരു സർവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പണിയിലായിരുന്നു ഞാൻ. ഓക്കെ, നമുക്ക് അതിലേക്ക് പോവാം. നമ്മളെത്തി. ഇത് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച ഈ ഫസ്റ്റ് ഞാൻ ഈ കോബിൾസ്റ്റോൺ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ വീടിൻ്റെ മറ്റേ ഇതായിരിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോഴല്ലേ ഗൈസ് നെതർ പോർട്ടൽ. അല്ല, നെതർ എൻ്റെ പോലെ അതും പോയിട്ട് നമുക്കിത് എന്താ അതിൻ്റെ പേര്, സ്പോണർ, സ്കെലിട്ടൺ സ്പോണർ. നമുക്ക് നമ്മുടെ മൈൻക്രാഫ്റ്റ് ഏറ്റവും നല്ല സ്പോണറാണ് സ്കെലിട്ടൺ സ്പോണർ, നിങ്ങൾക്കറിയാം. അപ്പം നമുക്കൊരു XP മോഡൽ ഫാമാക്കി എടുക്കണം, സെറ്റാക്കണം. ഒരു XP ഫാം പോലെ സെറ്റാക്കി എടുത്താൽ നമുക്കൊരു വിധം നല്ല രീതിക്ക് XP കിട്ടും. അപ്പോൾ ഇത് 3 ബ്ലോക്ക് അടിയിലേക്ക് ഞാനപ്പോൾ എൻ്റെ മാത്രം ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 ബ്ലോക്ക് അടിയിലേക്ക്, പിന്നെ അവിടെ ഒരു കില്ലിങ് ചാമ്പർ, പിന്നെ ഇവിടെ മൊത്തം ഞാൻ ഇച്ചിരി നേരം മുമ്പ് നോക്കിയപ്പോൾ മൊത്തം സ്കെലിട്ടറായിരുന്നു. അതെവിടെ നിന്ന് വന്നതെന്ന് എനിക്കറിയില്ല. അവിടെയൊന്നും ഞാൻ ഫസ്റ്റ് ലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ നമുക്ക് എന്തൊക്കെയാണ്, പംകിനും ബീട്രൂട്ടും ആണെന്ന് തോന്നണം. ബീട്രൂട്ട് സീഡ്, യെസ്. നമുക്കിച്ചിരി ക്യാരറ്റ് ഇട്ടുവാണെങ്കിൽ നൈസായത് ഫാം ചെയ്യാൻ. അപ്പം നമുക്ക് നേരെ വഴിയിലേക്ക് കിടക്കാം. ഇതൊന്ന് ഫസ്റ്റ് ഈ സ്പോണർ ഒന്ന് റെഡിയാക്കട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ 3 ബ്ലോക്ക് ഇതാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ ഒരെണ്ണം, പിന്നെ ഒരു ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ. ഇനി നമുക്ക് അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് വാട്ടർ കിട്ടിയിട്ടുണ്ട്. നടുക്കിന്ന് ഒരു വാട്ടർ ഇവിടെ അത് ഇച്ചിരി ചെറുതായിട്ടൊന്ന് മാറിപ്പോയതാ. എന്നിട്ട് ഈ അറ്റം ഇവിടെ, എന്നിട്ട് ഇവിടെ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട്. ഇവിടെ വേണ്ടായിരുന്നു കേട്ടോ, ഇവിടെ ഗൈസ് ഇവിടെ ഒന്നും വേണ്ട നമുക്ക്. പിന്നെ ഇവിടെ ആയിട്ടാണ് കില്ലിങ് ചാമ്പർ ഗൈസ്. ഞാനിത് അൺബ്രേക്ക് ആക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഞാൻ മറ്റേ നമ്മുടെ എൻഷാൻഡ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നില്ലേ, അതിനകത്ത് റെഡിയാക്കിയതാണിത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്ലോ ആയി ഇവിടെ വരും. ഇവിടെ സൈൻ ബോർഡ്, വുഡില്ല, അതിനുള്ള സാധനങ്ങൾ എടുക്കാൻ മറന്നുപോയി. വെള്ളം ഞാൻ എടുത്തുണ്ടാവും. പിന്നെ ഓക്കെ, ഇനി മുകളിലേക്ക് കയറണോ അല്ലേ? അതിനായിട്ട് ഇവിടെ ഒരു സ്റ്റെയർസ് ഉണ്ടാക്കാം. ഇത് വലിയ പണി കേട്ടോ, സ്റ്റെയർ ഉണ്ടാക്കി മുകളിലേക്ക് കയറണേ. ഇനി ഇത് കുറേ ബ്ലോക്ക് മുകളിലേക്ക് വേണം. ഞാൻ എങ്ങനെ ഈ നെതർ പോർട്ടൽ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഞാൻ കാണിച്ചു തരാം. അത് ഇവിടെ എവിടെ ആയിട്ടാണ് ഞാൻ എങ്ങനെയാണ് വീട്ടിലേക്ക് എത്തിയതെന്ന് പറഞ്ഞാൽ ഇവിടെ കയറും. നീ വഴി മറന്നു ഗൈസ്. ഈ വഴി ഇങ്ങനെയാണെന്ന് ഞാൻ വീട്ടിലേക്ക് ആദ്യം പോയത്. ഈ വഴി ഇങ്ങനെ ബ്ലോക്സ് വെച്ച് മുകളിൽ വരെത്തി. അപ്പം നമുക്ക് ഞാൻ നെതർ പോർട്ടൽ അടിച്ചു തരാം. ഫീഡ് എത്തുമെന്ന് ഞാൻ 3-4 പ്രാവശ്യം നോക്കി, പക്ഷെ എത്തണമൊന്നുമില്ല. നെതർ പോർട്ടൽ എവിടെ? ഇവിടെ അവിടെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ നെതർ പോർട്ടൽ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ്, എനിക്കറിയാം. ലൈറ്റാണ് നെതർ പോർട്ടൽ നമ്മുടെ. എന്തായാലും ഇവിടെ 2000 എടുക്കാം.
ഇവിടെ നേരെ പോവുകയാണെങ്കിൽ നമുക്ക് നെതറിലെത്താം. കാണിച്ചു തരാം. സെയിം സ്ഥലം, എല്ലാം സെയിം. അയ്യോ മാഗ്മ, എല്ലാം സെയിം, ഒരു വ്യത്യാസമില്ല. നോക്കുവാണെങ്കിൽ കണ്ടോ, ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ബ്ലോക്ക് വെക്കട്ടെ. അപ്പം നമുക്കിനി മുകളിലേക്ക് പോവാം. ഇത് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പോകാൻ പറ്റില്ല. കണ്ടോ സെയിം സ്ഥലം. ഇപ്പം നമുക്ക് ഒരു വിധം വഴിയിലേക്ക് പോകാൻ പറ്റിയ സ്ഥലം മനസ്സിലായി. എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇനി നേരെ ഇങ്ങനെ പോയാൽ, ഈ വഴി ഇങ്ങനെ പോയാൽ നമ്മുടെ ഇതെത്തി. ഇതെവിടുന്നാ? ഇങ്ങനത്തെയൊക്കെ സാധാരണ സ്പോണറിൽ നിന്നല്ലേ വരാറുള്ളൂ. ഇവനെ ഇനി കൊല്ലണം, ഇവനെയും കൊല്ലണം, ഏതെങ്കിലും ഒന്ന് ചാവും. ഞാൻ ചാവും. എൻ്റെ ഒരു ഇവനെ കൊന്നാൽ മതി. ആദ്യം സ്കെലിട്ടൺ, അവൻ ഫോൾ ഡാമേജ് കാരണം ചത്തു. ഇത് സീന. അയ്യോ, കൊന്നു, രണ്ടിനെയും കൊന്നു. സ്പൈഡർ ഐയും കിട്ടി. ഇത് വെച്ച് വീക്ക്നെസ് പോർഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്കൊരു XP ഫാം സെറ്റ് ആക്കണം ഗൈസ്. ഈ അടുത്തെവിടെയും വില്ലേജ് ഞാൻ കണ്ടുള്ളത്, അതേ കാണുന്നതാണ് നമ്മുടെ സ്പോണർ കേട്ടോ. സ്പോണർ ഇവിടെ തന്നെയാണ്. പിന്നെ ഈ വഴി ഇങ്ങനെ ചുമ്മാ വരുമ്പോൾ സ്പോണറാണ്. ഞാൻ അതിനാണ് കറങ്ങിപ്പോയത്. പിന്നെ ഈ വഴി ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി. ഞാൻ ഒരു ബ്ലോക്ക് വയ്ക്കാം, എന്നിട്ട് നേരെ മുകളിലെത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഇപ്പം നമ്മുടെ ബേസ് ഒരു ഇത് നൈസായിട്ടുണ്ട്. ഹാർഡ് കോർ ഞാനടുത്ത ആദ്യത്തെ ദിവസം തന്നെ ആവുന്ന. പിന്നെ ഞാൻ സ്പോണറിൽ പോയപ്പോൾ സാഡിൽ എനിക്ക് കിട്ടിയാന്ന്. അപ്പം ഞാൻ 2 കുതിരേനെ ടൈം ചെയ്യിപ്പിച്ചിട്ടതാണ്. കുറേ വീറ്റ് ഫാമാക്കി. പിന്നെ ഒരു ബ്ലാക്ക് കളർ ഷീപ്പ്, ഇവനെ മാത്രമാണ് ഞാൻ പിന്നെ അങ്ങോട്ടൊരു ഷീപ്പ് ഫാം സെറ്റാക്കാമെന്ന് വിചാരിച്ചേക്കണേ. പിന്നെ അതെ ഇവിടെ അതെ വീറ്റ് നല്ല രസമായിട്ട് ഇവ പൊങ്ങിരുമ്പോൾ ഞാനിപ്പോൾ ഒരു ഫാം ചെയ്തതാണ്. പിന്നെ നമ്മുടെ വീട് നമുക്ക് പിന്നെ പറയാൻ മറന്നുപോയി, പാടമം കിട്ടി. വില്ലേജിൽ കിട്ടിയാൽ തന്നെ റെയ്ഡാണത്. ഇതാണ് ഇതിനകത്താണ് നമ്മൾ എൻഷാൻഡ് ഔട്ട് ചെയ്തത്. പിന്നെ ഞാൻ നെതർ പോർട്ടൽ അവിടെ വെച്ചെന്താണ് തരാം. ഇതിൻ്റെ അടിയിലേക്ക് ഉണ്ടോയെന്ന് വെച്ച് അപ്പോഴാണ് ആ കേവിലേക്ക് പോണത്. ഞാൻ പിന്നെ ഇവിടെ കുറേ മൈൻഡ് ചെയ്ത് നോക്കി, ആ കേവാണ് ഇവിടെ വല്ലതും, പക്ഷെ അല്ല. പിന്നെ ഈ വഴിയുമ്പോൾ കുറേ നോക്കി, പക്ഷെ അവിടെയല്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്താ പറ്റിയത്. അറിയാവുന്നവരുണ്ടായി കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം നമുക്ക് ഇനി ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കിച്ചണിൽ ഒരു വിധം ഫുഡ് ഇരിക്കുന്നുണ്ടാവും. പിന്നെ നമുക്ക് ഇച്ചിരി വുഡിൻ്റെ ആവശ്യമുണ്ട്. ഫസ്റ്റ് തന്നെ കിടന്ന ഹാർഡ് കോറാണ്. ഇനി 13 ഡയമണ്ട് ബാക്കിയുണ്ട്. 31 ഡയമണ്ട് എന്നാണ് ഫുൾ ആർമർ സെറ്റാക്കാൻ. ഷിയറൊക്കെ കുറേ ഉണ്ട്. വുഡ് ഇരിക്കണ്ടോ എന്ന് നോക്കട്ടെ. ഫസ്റ്റ് തന്നെ വുഡ് ഇതിനകത്തൊന്നുമില്ല. 10 ലാഡറുണ്ട്. ലാഡറിൻ്റെ ആവശ്യമുണ്ട് അവിടെ. ഇതെന്നെ ലാഡറിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ സൈൻ ബോർഡ് ലാഗ് കേസ് ഇതൊന്ന് മാറ്റട്ടെ. ഫൈനലി ഇതേ നമ്മുടെ ഇത് സ്കെലിട്ടൺ ഫാം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കുനിഞ്ഞേക്കുക, കൊല്ലുക, അത്രേ ഉള്ളൂ. പക്ഷേ ഇത് ടൈം എടുക്കുന്നുള്ളൂ. അത് ഇവരങ്ങോട്ട് കറക്റ്റ് നടുക്കും എൻ്റെ. പിന്നെ അങ്ങോട്ട് പോണ്ട്. പിന്നെ ആ ലൈറ്റ് വിളിക്കുമ്പോൾ കിട്ടിയ പാട് അതാണ് കഴിച്ച് ഞാൻ അത് വീഡിയോ എടുത്തത്. പിന്നെ കുറേ ഡാർക്ക്, കുറേ അര ഹാർട്ടിലൊക്കെ നിന്ന് കുറേ സമയം. പിന്നെ ഒരു ജാത അതെ കണ്ട നല്ല ഇപ്പോൾ കുഴപ്പമില്ലാതെ നല്ല പവറിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ആർമറൊക്കെ കിട്ടിയാന്ന് കേട്ടോ ഗൈസ്. അത് നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മളൊന്ന് വീട് വരെ പോകണ്ടോന്ന് ഹോപ്പറൊക്കെ ഉണ്ടാക്കാൻ. പിന്നെ അതേ ഒരു 37 അയണുണ്ട്. പിന്നെ നമ്മളൊരു അയൺ പിക്കാക്സ് പുതിയതുണ്ടാക്കി, അത് പൊട്ടിപ്പോയാന്ന് പോതേച്ച്. അപ്പോൾ ഗൈസ് നമുക്ക് ചെസ്റ്റ് നോക്കാം. ഞാൻ ഇതുവരെയായിട്ട് ചെസ്റ്റ് നോക്കിയില്ല. ഞാൻ കുറേ കൊല്ലണം.
ബോയൊന്നും കിട്ടിയല്ല, ആർമർ കിട്ടി. പിന്നെ നമുക്ക് ഇതും മതി, നല്ല യൂസ്ഫുൾ ആയി. നമുക്കൊരു ബോൺ മീൽ ഫാം സെറ്റാക്കാം. ഒരു ഇത് ആരോ കിട്ടും, നല്ല യൂസ്ഫുൾ സ്കെലട്ടൺ ഫാം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ പിന്നെ ഇവിടെയൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ മൊത്തത്തിൽ അടച്ച് ക്ലിയറാക്കി കേവ് മൊത്തം ലൈറ്റ് ചെയ്ത് നൈസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കണം. അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കല്ലേ. ബൈ ബൈ.